ഹലോ! ഈ തിളയ്ക്കുന്നത് എന്താണെന്നല്ലേ? നല്ല അടിപൊളി ചെമ്മീൻ മാങ്ങ തേങ്ങാപ്പാൽ കറി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിന് ഉറപ്പായിട്ടും നമുക്ക് ചെമ്മീൻ വേണം. ഒന്നും നോക്കിയില്ല, രാവിലെ പോയി ഫ്രഷ് ആയിട്ട് കുറച്ച് ചെമ്മീനും കറിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിട്ട് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ, കറിവേപ്പില, ഉള്ളി, തക്കാളി, തേങ്ങ ഇതെല്ലാം മേടിച്ച് വീട്ടിൽ വന്നിട്ട് നമുക്കിനി കറി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് തക്കാളി ആവശ്യത്തിന് അരിഞ്ഞു വെക്കുക, പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ. എന്നിട്ട് കറിച്ചട്ടി അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ നല്ലപോലെ ഒഴിക്കുക, അതിൽ ഉലുവ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊരു 3-4 മിനിറ്റ് മൂപ്പിച്ചതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒരു മഷി പരുവമാകുന്ന വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് ചേർത്ത് നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ, നിങ്ങളുടെ മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം ഇത് ചേർക്കാൻ. ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാലും ചേർത്ത് മാങ്ങ നല്ലപോലെ വെന്ത് വരുന്നവരെ തിളപ്പിക്കുക. അതിനുശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ അതിട്ടതിന് ശേഷം ഒരു 3-4 മിനിറ്റ് വരെ മാക്സിമം തിളപ്പിക്കാവുള്ളൂ. കാരണം ചെമ്മീൻ അധികം വേവ് ആവശ്യമില്ല. അങ്ങനെ ചെമ്മീനും മാങ്ങയെല്ലാം വെന്ത് നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യുക, തേങ്ങയുടെ 1/4 പാൽ ഒഴിക്കുക, അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് തക്കാളി, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് പച്ചമുളക് ഇത് വിട്ട് അടച്ചു വെച്ചാൽ നമ്മുടെ കറി ഇവിടെ സെറ്റാണ്. അപ്പോൾ അടിപൊളി കറി റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ചോറ് കഴിക്കണ്ടേ? അതിന് മുന്നേ കുറച്ച് കലാപരിപാടിയും കൂടെ ബാക്കിയുണ്ട്. കുറച്ച് സീബാസും കുറച്ച് ചെമ്മീനും കൂടെ പൊരിച്ചെടുക്കാം. ബാ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല, എല്ലാം കൂടെ വിളമ്പ് കഴിക്കുക. അടിപൊളി ഊണ് റെഡി. ഇപ്പം നല്ല ആവി പറക്കുന്ന ചോറും പൊരിച്ച മീനും മാങ്ങ ചമ്മന്തി, പപ്പടം, അച്ചാർ, പിന്നെ നമ്മുടെ മാങ്ങ ചെമ്മീൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂലേ? ആൻഡ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ബോക്സ് പ്ലീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.